നമസ്കാരം. പൊളിറ്റിക്കൽ മാസിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ പൊളിറ്റിക്കൽ മാസ് നടക്കുന്നത് ചേലക്കര മണ്ഡലത്തിലെ മുള്ളൂർക്കരയിലാണ്. ഏറ്റവും ശക്തമായ മത്സരം ചേലക്കര മണ്ഡലത്തിലെ മുള്ളൂർക്കരയിലും നടക്കുന്നു എന്ന് ഉറപ്പിക്കുന്നതാണ് ഇവിടെ നിന്നുള്ള വിശേഷങ്ങൾ, ഇവിടെ നിന്നുള്ള വാർത്തകൾ. ഇപ്പോൾ പ്രചാരണ പരിപാടികളെല്ലാം ഏറ്റവും സജീവമായി നടക്കുകയാണ്. നാളെ കൊട്ടിക്കലാശമാണ്, അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നേതാക്കന്മാരെല്ലാം വലിയ തിരക്കിലാണ്. നമ്മളിപ്പോൾ ചർച്ച ആരംഭിക്കുമ്പോൾ LDFിൻ്റെ ശ്രീ PK ഡേവിസ് മാസ്റ്റർ, UDFിൻ്റെ ഡോക്ടർ സോയ ജോസഫ്, NDAയുടെ അഡ്വക്കേറ്റ് PP സജിത്ത് എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കുചേരുക. ഇപ്പോൾ ഡേവിസ് മാസ്റ്റർ എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ട്രാഫിക് ബ്ലോക്കാണ് അവിടെ. LDFിൻ്റെ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരെത്തുമ്പോഴേക്ക് നമ്മൾ ഈ പ്രേക്ഷകരിൽ നിന്നുള്ള ചോദ്യങ്ങളിലൂടെ ഈ ചർച്ചയിലേക്ക് നമ്മൾ വേഗത്തിൽ കിടക്കും. അവരോട് ചില ചോദ്യങ്ങൾ, അവരുടെ ഉത്തരങ്ങളൊക്കെ നമ്മൾ തേടും. ആര് ജയിക്കും? LDF. ഉറപ്പാ? നമുക്ക് ഏത് പാർട്ടി ജയിച്ചു കഴിഞ്ഞാലും ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു പാർട്ടി. ഇദ്ദേഹം പറയുന്നത് LDF ജയിക്കുമെന്നാണ്. 39,000 വോട്ടിനാണ് മുമ്പ് കെ രാധാകൃഷ്ണൻ ഇവിടെ ജയിച്ചിട്ടുള്ളത്. പക്ഷേ ആ നിലയ്ക്കുള്ള ഒരു സാഹചര്യമൊക്കെ ഇവിടെ കാണുന്നുണ്ടോ? കട്ടക്കട്ടയ്ക്കുള്ള ഒരു മത്സരത്തിൻ്റെ പ്രതീതിയാണ് നമുക്ക് മുന്നിലുള്ളത്. ഒന്നും പറയാൻ പറ്റില്ല. ഇതൊരു വളരെ ഒരു സ്ട്രോങ് ഒരു ഇലക്ഷനായിട്ട്, മുമ്പത്തെ പോലെയല്ല ഇവിടുത്തെ സാഹചര്യം. മുമ്പത്തെ പോലെയല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. ഇവിടെ ഇപ്പോൾ DMK BJP എല്ലാവരും ആകെ ഒരു കൂട്ടപ്പൊരിച്ചില്ലാണ്. ഇതൊക്കെ എങ്ങോട്ട് പോകുമെന്ന് ഒരു പിടിയില്ലാത്ത ഒരവസ്ഥയുണ്ട് അല്ലേ? നിങ്ങളോടുകൂടെ ചോദിക്കട്ടെ, ഏതായാലും മാറി നിൽക്കുന്നവരല്ലേ, ആരാ ജയിക്കാൻ സാധ്യത? പ്രദീപ് ജയിക്കും. പ്രദീപ് ജയിക്കും, ഉറപ്പാണ്. രമ്യ ഹരിദാസ് അത്യാവശ്യം നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കും. രമ്യ ഹരിദാസ് വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കും. രമ്യ ഹരിദാസ് ജയിക്കും. ഇപ്പോഴത്തെ മൊത്തത്തിൽ നോക്കുമ്പോൾ അത് രമ്യ ഹരിദാസ് ജയിക്കാൻ. മണ്ഡലത്തെ ബാധിക്കുന്ന പ്രശ്നം എന്നത് ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. ഇതാണ് മൂഡ് കൂടുതൽ. ഭരണവിരുദ്ധ വികാരം ബാധിക്കും. അതുകൊണ്ട് രമ്യ വികസനം മാത്രം മതി പ്രദീപേട്ടന് വോട്ട് കിട്ടും. വികസനം ഒന്നും നടന്നിട്ടില്ല. എടുത്തു പറയാവുന്ന ഒരു വികസനവും ചേലക്കരയിൽ നടന്നിട്ടില്ല. മുള്ളൂർക്കര പഞ്ചായത്തിനകത്ത് UR പ്രദീപ് MLAയും അതേപോലെ തന്നെ K രാധാകൃഷ്ണൻ MLAയും നടപ്പിലാക്കിയ വികസനങ്ങൾ മുള്ളൂർക്കരക്കാർക്ക് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കണ്ണിൽ തിമിരാണ്. ഓരോ കാര്യങ്ങളും എണ്ണി ഞാൻ പറഞ്ഞുതരാം. തൊട്ടപ്പുറത്ത് മുള്ളൂർക്കര LP സ്കൂള് 2 കോടി രൂപ ചെലവഴിച്ച ഉദ്ഘാടനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അതിന് തൊട്ടപ്പുറത്തെ പഴയ ബ്ലോക്ക്, ആ പഴയ ബ്ലോക്ക് UR പ്രദീപ് MLA ആയിരിക്കുമ്പോൾ അനുവദിച്ച ഫണ്ടാണ്. അതിനപ്പുറത്ത് വാഴക്കോട് ഈ പറയുന്ന ആളുകളുടെ കണ്ണിന്റെ മുന്നിൽ വാഴക്കോട് ഗേരിയൻ ഗൈഡൻസ് ഒരു കെട്ടിടം കൊറോണയുടെ മുമ്പായിട്ട് 3 ഡിവിഷൻ നഷ്ടപ്പെട്ടു. കുട്ടികളുണ്ടായിട്ടും കെട്ടിടമില്ലാതെ. രാധാകൃഷ്ണൻ മന്ത്രി ആയിരിക്കുന്ന സമയത്ത്, ഞാൻ സ്കൂളിൻ്റെ SMC ചെയർമാനായിരിക്കുന്ന സമയത്ത് HMO എല്ലാം കൂടെ പോയിട്ട് സമർപ്പിച്ചു. 3.5-4 വർഷം എടുത്തിട്ടാണ് പിന്നീട് ആ കെട്ടിടത്തിന് ഫണ്ട്. മറുപടി ഉണ്ട്. അല്ല, ആ കെട്ടിടത്തിന് ഫണ്ട് അനുവദിച്ചു എന്ന് പറയുമ്പോ ഇവിടെ വികസനം നടന്നു എന്നല്ല അർത്ഥം. ഇവിടെ വികസനം നടന്നു. ഇവിടെ എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, ചേലക്കര മണ്ഡലം സംവരണ മണ്ഡലമാണ്. 516 കോളനികളാണ് ഇവിടെ ഉള്ളത്. ഏതാണ്ട് 1996 മുതൽ K രാധാകൃഷ്ണൻ പ്രദീപ് ഉൾപ്പെടെയുള്ള LDFിൻ്റെ ഭാഗത്തു നിന്നുള്ള മന്ത്രിമാരാണ് വന്നത്. അതിനു മുന്നേ കോൺഗ്രസും ഭരിച്ചിട്ടുണ്ട്. ഒറ്റ ചോദ്യമുള്ളൂ, ഈ 516 കോളനികൾക്ക് പട്ടികജാതി പട്ടിക സംവരണ മണ്ഡലത്തിൽ ഇവർക്ക് ശാശ്വതമായിട്ടുള്ള എന്തു വികസനമാണ് എടുത്തു പറയാൻ ഇവർക്കുള്ളത് എന്നുള്ളത്? ആര് ജയിക്കും? ജയം ത്രിതല നല്ല രീതിയിലുള്ള 3 പേര്. എനിക്ക് മനസ്സിലായി. ത്രിതല പഞ്ചായത്തുകളിൽ 36,000 വോട്ട് കിട്ടിയത് കൊണ്ട് ഇവിടെ NDAക്ക് വിജയസാധ്യത ഉണ്ടെന്നല്ലേ പറയാൻ ഉദ്ദേശിച്ചത്? ആർക്കും സാധ്യതയുണ്ട്. നല്ല രീതിയിൽ പരിശ്രമിക്കുന്നവർക്ക് വിജയിക്കാം. അതുകൊണ്ട് 36,000 വോട്ടും അതുപോലെ തന്നെ 57,000 വോട്ട് കിട്ടുന്ന ആരും ജയിക്കും എന്നുള്ള നിലയ്ക്കാണ് നിൽക്കുന്നത്. നല്ല രീതിയിൽ രമ്യ ഹരിദാസ് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ജയിക്കും. എന്ത് കാര്യം, എന്തിനു ജയിപ്പിക്കണം? ഭരണവിരുദ്ധ വികാരം. അത് മാത്രം പറഞ്ഞതുകൊണ്ട് വിജയ്. 34 വണ്ടിയുടെ അകമ്പടിയോട് കൂടിയ മുഖ്യമന്ത്രി ഇന്നലെ ഇതിൽ പോയി. ഇവിടെ ഇവിടെ പോയപ്പോ 34 വണ്ടിയുടെ അകമ്പടി ഉണ്ടായിരുന്നോ? 8 വർഷം ഇവിടെ LDF ഭരിക്കുന്ന സ്ഥലത്ത് കൂടെ മുഖ്യമന്ത്രിക്ക് ഇത്ര വണ്ടി വേണമെങ്കിൽ അപ്പൊ അതിന്റെ ആവശ്യം എന്താ? മുഖ്യമന്ത്രിയുടെ വണ്ടിയാണോ ഈ മണ്ഡലത്തിലെ പ്രശ്നം? അപ്പോ ഞങ്ങൾക്ക് വഴിയടക്കാൻ പറ്റുന്നില്ല, ആൾക്കാർക്ക് പോകാൻ പറ്റുന്നില്ല. ഒരു പഞ്ചായത്തിൽ ചെന്നാലേ ഒരു പെർമിറ്റിന് 300 രൂപ ഉണ്ടായിരുന്നു 3000. അവിടെ ദേവസ്യേട്ടൻ വന്നിട്ടില്ല. വന്ന ഉടനെ നമ്മൾ ഇവിടുത്തെ വികസനം കാരണമാണ് ഇപ്പൊ ഈ സ്ഥാനാർത്ഥി ഇങ്ങോട്ട് എത്താത്തത്. ട്രാഫിക് ബ്ലോക്ക് എന്താ കാരണം? ബ്ലോക്ക് എന്താ കാരണം? വികസനം കൂടിയത് കാരണമാണോ? ചോദ്യമുണ്ട്.
ഇരിക്കും എന്നിട്ട് അവിടെ 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 ആര് ജയിക്കും? മുള്ളൂർക്കരയിലെ വികസനത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞു. ഇവിടുത്തെ റെയിൽവേ ഗേറ്റ് തന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ തടസ്സമാണ്. പിന്നെ അധ്യാപകർ ഇവിടെ സ്കൂളുകളിലെ ബിൽഡിങ്ങുകൾ പറഞ്ഞതിനെ കുറിച്ച് പറഞ്ഞു. സ്കൂളുകളിലെ ബിൽഡിംഗ് അല്ല ആവശ്യം, അവിടെ പഠിപ്പിക്കാൻ അധ്യാപകരില്ലാത്തൊരു കാലം ഒരു അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം പ്രശ്നം തന്നെയാണ്. വികസനം ഈ മണ്ഡലത്തിന് ഒരു പ്രശ്നം തന്നെയാണ്. അതിനകത്ത് ബിൽഡിംഗ് പണിയാണെന്ന് കമ്മീഷൻ കിട്ടാനാണ്. അതെ അതെ 28 വർഷമായിട്ട് ഇവര് മാറി മാറി ഭരിക്കുക. ഇവർക്ക് ആകെ പറയാനുള്ള മായന്നൂര് പാലും മറ്റേ ചീരക്കുഴി പാലം, ആ പാലം എന്നും നിലനിൽക്കുന്ന. അതിനു മുമ്പ് അതും ഇല്ലായിരുന്നു എന്ന് അവർ പറയുന്നത്. ഇവിടെ MLA ഫണ്ടുകളിൽ നിന്നും അതുപോലെ തന്നെ സാധാരണ കിട്ടുന്ന ഫണ്ടുകളിൽ നിന്നല്ലാതെ ഒരു കൃത്യമായി ചേലക്കരയെ മറ്റു മണ്ഡലങ്ങൾ വലിയ വികസന പദ്ധതികളില്ല. എത്തിക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയും കൊണ്ടുവന്നിട്ടേ ഇല്ല. 1996 മുമ്പ് നമ്മുടെ മക്കൾക്ക് ഇവിടെ പഠിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. പുറത്തു പോയി പഠിക്കണം ഈ മണ്ഡലത്തിന്റെ. ഇപ്പോഴത്തെ അവസ്ഥ അതാണോ? ഞാൻ പറഞ്ഞുതരാം. പഴയന്നൂർ IHRD, ചേലക്കര പോളി, കിള്ളിമംഗലം ആർട്സ് കോളേജ്, തൊട്ടപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാല് ഉമ്മൻചാണ്ടിയില്ല. ഞാൻ പറഞ്ഞുതരാം, ഉമ്മൻചാണ്ടി കൊടുത്തെന്ന് പറയാൻ പറ്റില്ല. ബാക്കി മറുപടി. ഇവിടെ MP ആയിരുന്ന രമ്യ ഹരിദാസ് 1,70,75,000 രൂപ കിട്ടിയിട്ട് സ്വന്തം കാര്യം നോക്കാൻ പോലും പറ്റണില്ല എന്ന് പറഞ്ഞതാ. ഈ രമ്യ ഹരിദാസ് ഇവിടെ MLA ആയിട്ട് സ്വന്തം കാര്യം നോക്കാൻ വേണ്ടിയിട്ടാണോ? ആ പണം കിട്ടിയിട്ട് വേണോ അവർക്ക് ജീവിക്കാൻ? അല്ല, ഇപ്പൊ ശമ്പളം കൂട്ടണമെന്നൊക്കെ ആവശ്യപ്പെടാൻ അവർക്കും പറ്റുമല്ലോ. കാരണം എന്താ വെച്ചാൽ ജനങ്ങളുടെ ഇടയിൽ ഇടപെട്ട് പ്രവർത്തിക്കുകയല്ലേ. അപ്പൊ കുറച്ചുകൂടി ശമ്പളമൊക്കെ കിട്ടട്ടെ, അതിനകത്ത് തെറ്റില്ല. ജനങ്ങളെ സേവിക്കുകയല്ലേ. അപ്പൊ ഡേവിസ് മാഷ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഡേവിസ് മാഷ് കണ്ടല്ലോ, ഇവിടെ ഈ ഒപ്പത്തിനൊപ്പമുള്ള പോരാട്ടം നിൽക്കുന്നു എന്ന പ്രതീതി എന്തായാലും ഈ മണ്ഡലത്തിലുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഒറ്റ ചോദ്യമാണ്, ഒപ്പത്തിനൊപ്പമാണോ മുന്നണികൾ? ഒപ്പത്തിനൊപ്പമല്ല, LDF മുമ്പിലാണ്. ഒന്നാം സ്ഥാനത്താണ് LDF. എന്തുകൊണ്ടാണ് മാഷ് എത്താൻ വൈകിയത് തന്നെ വികസനത്തിന്റെ കുറവ് കൊണ്ടാണെന്നാണ് ഇവർ പറഞ്ഞത്. യെസ്, ഞാൻ പറയട്ടെ. ഇന്ന് രാവിലെ മായന്നൂർ പാലത്തിൻ്റെ മുകളിൽ UDFന്റെ ഒരു അനൗൺസ്മെന്റ് ഞാൻ കേട്ടു. മായന്നൂർ പാലം പണിതത് കോൺഗ്രസ് ആണ്. എന്താ? ചരിത്രവുമായി പുലബന്ധം പോലുമില്ല. മായന്നൂർ പാലം വരുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധിയായി K. രാധാകൃഷ്ണൻ നിയമസഭയിലേക്കും മന്ത്രിസഭയിലേക്കും വന്നതിന് ശേഷമാണ് മായന്നൂർ പാലം പണിതത് എന്ന സത്യത്തെ മറച്ചു വെക്കുന്നതാണ്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഇപ്പൊ മായന്നൂർ പാലം കൊണ്ടുവന്നു, ആര് കൊണ്ടുവന്നാലും അത് സന്തോഷമുള്ള കാര്യം, ഒരു വികസനം നടപ്പായി. പക്ഷേ ഇവിടെ ഈ റോഡുകളുടെ വികസനം അടക്കമുള്ള ഈ പ്രാദേശിക വികസന പ്രശ്നങ്ങൾ, ധാരാളം പ്രശ്നങ്ങൾ ഇവർ ഉന്നയിക്കുകയല്ലേ. അത് വെറുതെ കേവലം രാഷ്ട്രീയ ആരോപണം എന്ന നിലയ്ക്കല്ലല്ലോ, വസ്തുതയല്ലേ. ഞങ്ങളും കുറെ ദിവസമായിട്ട് ഈ മണ്ഡലത്തിൽ നിൽക്കുന്നു. അപ്പൊ കുറെ പ്രശ്നങ്ങളുണ്ടല്ലോ. 25 കൊല്ലം മുമ്പുള്ള ചേലക്കര അറിയുന്നവർ ഇവിടെ ഉണ്ടാവും. 25 കൊല്ലം മുമ്പുള്ള ചേലക്കര എന്തായിരുന്നു? ഇപ്പോഴത്തെ ചേലക്കര എന്താണ്? 25 കൊല്ലം മുമ്പ് ഇപ്പോ ചേലക്കരയും പ്ലാഴിയും വരെയുള്ള റോഡിന്റെ അവസ്ഥ എന്തായിരുന്നു? കേരളത്തിന്റെ എല്ലാ വികസന ഗതാഗത പ്രശ്നങ്ങളും കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്ത് വലിയൊരളവിൽ പരിഹരിക്കാൻ കഴിഞ്ഞു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ചേലക്കര മണ്ഡലം. അതിനാണ് വോട്ട് ചോദിക്കുന്നത്. ഡോക്ടർ സോയ, ഇപ്പൊ ഈ വികസന പ്രശ്നങ്ങളൊന്നും ഉന്നയിച്ചിട്ട് കാര്യമില്ല. 25 വയസ്സിന് മേൽ പ്രായമുള്ളവരുടെ ബഹുഭൂരിപക്ഷം വോട്ടും LDFന് കിട്ടും. കാരണം അവർക്കറിയാം എങ്ങനെ ചേലക്കര മാറിയെന്ന്. ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞോളട്ടെ. 20 അല്ലെങ്കിൽ 30 കൊല്ലം എന്ന് പറയുന്നത്, ആ 30 കൊല്ലം കൊണ്ട് ചേലക്കര നിയോജക മണ്ഡലത്തിലല്ല, കേരളത്തിന്റെ എല്ലാ ഇടങ്ങളിലും സ്വാഭാവികമായി വന്നിട്ടുള്ള ഒരു മുന്നേറ്റമുണ്ട്. അത് സമ്മതിക്കാമല്ലോ. എല്ലാ ഇടങ്ങളിലും 30 വർഷം മുൻപ് ഞാൻ അല്ലെങ്കിൽ എൻ്റെ നാട്ടിലുണ്ടായിരുന്ന അവിടെ ആകെ ഒരു സ്കൂളേ ഉണ്ടായിരുന്നുള്ളൂ. അത് സ്വാഭാവികമായി ഇപ്പോൾ 5 സ്കൂളോ 10 സ്കൂളോ ആയിട്ടുണ്ടാവും. പക്ഷേ അത്തരത്തിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ മറ്റ് പല ഇടങ്ങളുമായി നമ്മൾ ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ചേലക്കരയിൽ ഒരു ചുക്കും നടന്നിട്ടില്ല എന്നുള്ളത് വളരെ കൃത്യമായി തീർച്ചയായും. കാരണം നമ്മൾ നിരന്തരമായി, ഇപ്പൊ നിങ്ങൾ പോലും പറഞ്ഞു, നിങ്ങളിതിലെ കടന്നു പോകുമ്പോൾ കാണുമ്പോൾ ചേലക്കര
ഒരു ടൗൺ ആണെന്നാണ്, ചേലക്കര ടൗൺ എന്നാണ് അതിന്റെ പേര്. എങ്ങനെ അത് പറഞ്ഞു വെക്കാൻ കഴിയും? അത് ഒരു വര പോലെയുള്ള ഒരു റോഡ് മാത്രമാണ്. 39,000 നിങ്ങൾ ബ്രേക്ക് ചെയ്യണം. നടക്കുന്ന കാര്യമാണോ? തീർച്ചയായും. അതിനേക്കാൾ ഇപ്പൊ PK ബിജു ഇവിടെ ആലത്തൂർ ഉണ്ടായിരുന്നപ്പോ ഇതിനേക്കാൾ വലിയ മാർജിനിൽ ജയിച്ച ആളാണല്ലോ. അപ്പൊ അത്തരത്തിൽ കോട്ട പൊന്നാപുരം കോട്ട എന്നൊന്നും പറഞ്ഞു വെക്കണ്ട. ഇത് പൊളിക്കാനുള്ള കോട്ടയൊക്കെ പൊളിച്ച ചരിത്രം രമ്യ ഹരിദാസിനുണ്ട്. അത് പൊളിച്ചിരിക്കും. 36,000 വോട്ട് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിന്റെ ആ സ്വപ്നത്തിലാണ് നിങ്ങൾ. മലർപ്പൊടിക്കാരന്റെ സ്വപ്നമാവുമോ അതോ അവിടെ നിന്ന് മുന്നോട്ട് മുന്നേറുമോ? 36,000 വോട്ട് 2020 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലുണ്ട്. ആ വോട്ടിൻ്റെ ബലത്തിലല്ല. എന്തിനു വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പ്? എന്താണ് ഈ ഉപതെരഞ്ഞെടുപ്പിലേക്ക് നയിച്ചത്? ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ആവശ്യകത എന്തായിരുന്നു? 2021 ഇന്ന് ലാളിത്യത്തിൻ്റെ പ്രതീകമായി അവതരിപ്പിക്കുന്ന ശ്രീ പ്രദീപിന് അന്ന് ലാളിത്യം കുറവായിരുന്നോ? അതോ 2021 വരെ രാധേട്ടനിൽ നിന്ന് മാറി പുതിയ MLA പരാജയപ്പെട്ടു? സ്വാഭാവികമല്ലേ? BJPയും പല സംസ്ഥാനങ്ങളിലും ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായും ഇത് വളരെ സ്വാഭാവിക പ്രക്രിയ. ഇവിടെ തൃശ്ശൂർ ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത് ഇവിടെ KK ബാലകൃഷ്ണൻ 10 വർഷം മന്ത്രിയായിരുന്നു. MP ദാമി ദീർഘകാലം MLA ആയിരുന്നു. KK കുട്ടപ്പൻ MA കുട്ടപ്പൻ MLA ആയിരുന്നു. പിന്നീട് 3 പതിറ്റാണ്ട് LDFിൻ്റെ MLA-മാരാണ് ഭരിച്ചത്. 60 വർഷമായിട്ട് ചേലക്കര നിയോജകമണ്ഡലം ഈ അവസ്ഥയിൽ മുരടിച്ചു നിൽക്കുന്നതിന്റെ ഉത്തരവാദിത്വം ഈ 2 പേർക്കുമാണ്. അത് തിരുത്തി കുറിക്കാൻ തന്നെയാണ് BJP ഇറങ്ങിയിരിക്കുന്നത്. BJP 39,000 നിങ്ങൾക്ക് 36,000 വോട്ട് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കിട്ടിയെങ്കിൽ ഇവിടെ 39,000 ഭൂരിപക്ഷം. ഡേവിസ് മാഷ മറന്നുപോയി. ഇപ്പൊ 4,000 ഭൂരിപക്ഷം ഉള്ളൂ. ഇപ്പൊ 4,000 ഉള്ളൂ. 2021 ആളുകൾ മാറ്റി കുത്തിയിട്ടുണ്ട്. 177 ബൂത്തിൽ ഇത്തവണ ഇവർക്ക് കമ്മിറ്റിയുണ്ട്. ഇത്തവണ അവരും ഇറങ്ങിയിട്ടുണ്ട്. അല്ല, എല്ലാ ജനാധിപത്യത്തിൽ എല്ലാ പാർട്ടികളും പ്രവർത്തിക്കണം. എല്ലാ പാർട്ടികളും ശക്തമായി പകുതി പോലും ഉണ്ടായിരുന്നതല്ല. സംഘടനാപരമായി മുന്നേറി. അതൊക്കെ അവർ തെളിയിക്കേണ്ടതാണ്. ഞങ്ങൾക്ക് BJPയുടെ കാര്യം പറയാൻ പറ്റൂ. ഞങ്ങളുടെ 177 ബൂത്തിലും എണ്ണയിട്ട യന്ത്രം പോലെ ബൂത്ത് അടിസ്ഥാനത്തിൽ 3 മാസമായി പ്രവർത്തനർക്കുണ്ട്. ഞങ്ങളുടെ ജില്ലാ അധ്യക്ഷൻ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ മുഴുവൻ സമയ പ്രവർത്തകരുണ്ട്. ഞങ്ങൾ 6,000 വോട്ട് ചേർത്തിട്ടുണ്ട്. ഞങ്ങൾ അഴിമതിയുടെ ആകെ 1,000 വോട്ട്. ആകെ 1,000 വോട്ട്. ഞങ്ങൾ 6,000 വോട്ട് ചേർത്തിട്ടുണ്ട്. ഞങ്ങളുടെ ബൂത്ത് അടിസ്ഥാന കണക്കിന് നിങ്ങൾക്ക് ഞങ്ങളുടെ വോട്ട് നിങ്ങൾ എടുക്കരുത്. 23-ാം തീയതി കഴിയുമ്പോ കോൺഗ്രസിന്റെ MLA ആയി രമ്യ ഹരിദാസ് വരുമ്പോ ആരാണ് വോട്ട് ചേർത്തതെന്നൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവും. ഇതൊന്ന് മുഴുമിച്ചോട്ടെ. 6 പതിറ്റാണ്ട് ഈ മണ്ഡലത്തില് വികസനം നടത്തി എന്ന് പറഞ്ഞ് ഇവരുടെ ഇപ്പോഴും മുദ്രാവാക്യം എന്താ? എല്ലാ കോളനിയിലും വെള്ളം, എല്ലാ വീട്ടിലും വെളിച്ചം. എല്ലാവർക്കും 60 കൊല്ലമായിട്ട് ഇവർക്ക് അത് നടക്കാൻ സാധിച്ചില്ലെങ്കിൽ അതിനെയാണ് BJP ചോദ്യം ചെയ്യുന്നത്. ഞാൻ തിരിച്ചു വരാം. ചേട്ടൻ ആർക്കാ മുദ്രാവാക്യം വിളിച്ചത്? പ്രദീപിന്. യു ആർ പ്രദീപാണ് പ്രദീപ്. ശരി. പക്ഷെ ഇവര് പറയുന്നത് കേട്ടോ, ഇവര് എന്തിന് ഇവിടെ വികസനം ഇല്ലെന്നാ പറയുന്നത്. പാട്ടും പാടി നടന്ന ആ വനിത വന്നിട്ട് എന്ത് കാര്യം? വികസനമില്ലെന്നാ പറയുന്നത്. അവര് പാർലമെന്റിലേക്ക് അയച്ചിട്ട് അവർ ഈ മണ്ഡലത്തിൽ റോഡേ കൂടെ പോയിട്ടില്ല. പാട്ടും പാടി ആലപ്പുഴ വരാം. എന്താ ഈ നശിച്ച ഗവൺമെന്റ് തൊലയണം, എന്നാലേ നമ്മുടെ കേരളം നന്നാവൂ. ശരി. എന്താ കാരണം? അത് കാരണം അത് തന്നെയാണ്. ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരവധി. ഒരിക്കലും അല്ല. യു ആർ പ്രദീപിനോട് ഞങ്ങൾക്ക് ഒരു വിരോധമില്ല. ഗവൺമെന്റിനോടാണ് ഞങ്ങൾക്ക്. ഗവൺമെന്റിനോട് തന്നെയാണോ? ശരി. അടുത്ത. ഹലോ. ചിലർക്ക് മൈക്ക് കണ്ട ചില പ്രശ്നമുണ്ട് ചിലർക്ക്. അതുകൊണ്ട് ടെസ്റ്റ് ചെയ്താ. അതെ ഞാൻ സത്യം പറഞ്ഞല്ലേ, ഇവിടുത്തെ UDF കൂടിയിട്ട് രമ്യ ചേച്ചിന് ചതിക്കാൻ കിട്ടോ. എന്താ കാരണം അറിയോ? 1,89,000 രൂപ ശമ്പളം കിട്ടിയിട്ട് എണ്ണ അടിക്കാൻ തികയില്ല എന്ന ചേച്ചി പറഞ്ഞു. MP ആയിരിക്കുമ്പോ ഇനിയിപ്പോ MLA ആണ്. അപ്പൊ ശമ്പളം കുറവാണ്. എന്ത് ചെയ്യും? UDF ബക്കറ്റ് വിരിയിൽ ഇറങ്ങോ? LDFിന്റെ അടുത്തൊരു ചോദ്യം ചേട്ടാ. ഈ 1.5 കൊല്ലത്തെ ഇലക്ഷന് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ചേലക്കരക്കാരനെ എന്തിനീ കുണ്ടിൽ കൊണ്ടിട്ട് അന്ന് യു ആർ പ്രദീപിനെ MP ആക്കി മത്സരിപ്പിക്കാറില്ല. ഞങ്ങൾക്ക് ഇവിടെ കൊടുക്കാനായിട്ട് എക്സാലോജിക്കും അതുപോലെ കരിമണക്കാരന് ലോബിയും അതുപോലുള്ള അഴിമതി പണവും ഇതൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. ഇവിടെ യു ആർ പ്രദീപിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. എന്താണ് ഇവിടെ ഞങ്ങളുടെ കയ്യിൽ എന്ന് പറഞ്ഞാൽ ആരുടെ കയ്യിലെ കാര്യമായി പറയുന്നത്? ഒരൊറ്റ പ്ലീസ്. ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ ചേലക്കരയുടെ വിരുമാറിൽ വന്നിട്ട്
സുരേഷ് ഗോപി കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒറ്റ തന്തക്ക് പറഞ്ഞവനാണെങ്കിൽ CBI അന്വേഷണം ഏർപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒരു ചെറുപേരിൽ പോലും അരക്കാൻ ഇവിടുത്തെ സഖാക്കളും അല്ല, പക്ഷേ ഈ ഡയലോഗ് അവിടെ MP ഓഫീസ് തുറക്കാൻ പറയണം അദ്ദേഹത്തോട്. അദ്ദേഹം MP ഓഫീസ് തുറന്നിട്ടില്ല എന്നാ ഡേവിസ് ചേട്ടൻ പറയുന്നത്. ഇത് ആ ജയിപ്പിച്ച MP ഓഫീസ് ഇതുവരെ തുറന്നിട്ടില്ല എന്ന്. ഞാൻ വരാം. അതെ, ഇവിടെ നമ്മൾ മുള്ളൂർക്കര പഞ്ചായത്ത് എടുക്കുക, ആഗോളതലത്തിലേക്കൊന്നും പോകണ്ട. ഇപ്പോൾ കൊട്ടി ആഘോഷിക്കുന്ന ഈ പിന്നെ റോഡുണ്ടല്ലോ, പ്രാദേശിക തലത്തിൽ ഏതെങ്കിലും റോഡ് നിങ്ങൾ ആ ചാനലിൽ ഒന്ന് പോയി നോക്കുക. ആ ചാനലിൽ പോയി നോക്കിക്കൊണ്ട് അവിടുത്തെ റോഡുകൾ പ്രാദേശിക തലത്തിൽ, അതുപോലെ തന്നെ കുടിവെള്ളം ഇവർ പറഞ്ഞ 45% കേരള ഗവൺമെൻറ്റും 55% BJP ഗവൺമെൻറ്റും എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത്. പിന്നെ BJPക്കാരുടെ ഒരു വിഷയം ഇപ്പം എന്താ വെച്ചാൽ, ഇന്നലെ അമിത്ഷാ പറഞ്ഞത് കേട്ടോ, ഇവിടെ ന്യൂനപക്ഷങ്ങൾക്കെതിരാ ഇവർ ഈ വർഗീയത പറഞ്ഞിട്ടാണ് വോട്ട് പിടിക്കുന്നത്. മര്യാദക്ക് അന്തസ്സോടുകൂടെ ഇവിടെ ജനാധിപത്യ രീതിയിൽ മതേതരത്വത്തോടുകൂടെ വോട്ട് പിടിക്കാനുള്ള കാഴ്ചപ്പാട്. വികസിതത്തെക്കുറിച്ചോ വികസനത്തെ കുറിച്ചല്ല പറയാനുള്ളത്. ഇവിടെ സമീപ പ്രദേശത്ത് തൃശ്ശൂർ കോപ്പറേറ്റീവ് സ്പിന്നിംഗ് മിൽ എന്ന പേരിൽ കേന്ദ്ര ഗവൺമെൻറ് കീഴിലൊരു വ്യവസായം ഉണ്ടായിരുന്നു. ആ സ്ഥാപനം ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പൂട്ടിയിട്ട് ഇപ്പോൾ 2 വർഷമായി. ഈ നിയോജക മണ്ഡലത്തിലെ 9 പഞ്ചായത്തുകളിൽപ്പെട്ട ആളുകളും അവിടെ തൊഴിൽ ചെയ്യുന്നുണ്ട്. ആ നിയോജക മണ്ഡലത്തിൽപ്പെട്ട മന്ത്രി, ആ പ്രതിനിധി പോലും മന്ത്രിയായിട്ട് പോലും അതിനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. കെ കരുണാകരനും മന്ത്രിയായിരിക്കുന്ന സമയത്താണ് സ്ഥാപനം വന്നത്. റൈറ്റ്. അപ്പൊ മണ്ഡലത്തിലെ വികസന പ്രശ്നങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറത്ത് ഗുരുതരമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഡേവിസേട്ട കേട്ടല്ലോ, ഇത് സാധാരണ അവസ്ഥയിലുള്ള ഒരു തെരഞ്ഞെടുപ്പല്ല, നല്ല ഫൈറ്റാണ്, സംശയമില്ല. 39,000 ഇത്തവണ പ്രതീക്ഷിക്കാൻ എനിക്ക് സംശയമാണ്. എൻ്റെ തൊട്ടുവലത്ത് നിൽക്കുന്ന UDF പ്രതിനിധി സ്വാഭാവിക വികസനത്തെ പറ്റി ഇവിടെ പറഞ്ഞിട്ടുണ്ടായി അല്ലേ? വികസനം എന്നാൽ പാവപ്പെട്ട മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ കണ്ണീരൊപ്പുന്നത് വികസനത്തിൻ്റെ ഒരു ഭാഗമാണെന്നാണ് LDF വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് 63 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുത്ത് ജനങ്ങളോട് പ്രതിബദ്ധത തെളിയിച്ചത്. 5 മാസമായി പെൻഷൻ കൊടുത്തിട്ട് ഈ പെൻഷൻ പദ്ധതി മുടങ്ങിയെങ്കിലും 600 1600 ആക്കിയില്ലേന്ന് അവകാശപ്പെടുന്നത്. 1600 ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പെൻഷൻ ലഭ്യമാക്കിയത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ്. പിണറായി വിജയന്റെ കാലത്താണ്. അല്ല, അവർക്ക് ആർക്കും മൈക്കില്ല, അതൊന്നും കേൾക്കത്തില്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇന്ത്യയിലെ നിരവധി സംസ്ഥാനങ്ങളുണ്ടല്ലോ, കേരളത്തിൽ പിണറായി വിജയന്റെ ഗവൺമെന്റ് നടപ്പാക്കുന്നത് പോലെ സാമൂഹ്യ സുരക്ഷിതത്വ പെൻഷൻ ഏത് സംസ്ഥാനത്ത് കൊടുക്കുന്നുണ്ട്? അതാണ് ഇത് അവകാശപ്പെടുമ്പോ വേറെ ഏത് സംസ്ഥാനത്ത് കോൺഗ്രസ് കൊടുക്കുന്നുണ്ട്? വലിയ വികസനത്തിന്റെ കാര്യം പറഞ്ഞു. ഈ ചേലക്കര നിയോജക മണ്ഡലത്തെ പറ്റി നിങ്ങൾ വെറുതെ ഒന്ന് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ SC/ST ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്ത, ആദ്യത്തെ വാർത്ത വരുന്നത് എന്താണെന്ന് അറിയോ? ഇവിടെ ആദിവാസികൾ ആട്ടിൻകൂട്ടിൽ കിടന്നുറങ്ങിയതിന്റെ വാർത്തയാണ് വരുന്നത്. ഇല്ലെങ്കിൽ ഇവർ പറയട്ടെ, നിങ്ങൾ പറയട്ടെ. അദ്ദേഹം ചോദിച്ചതിനും മറുപടി പറയണം. വേറെ ഏത് സംസ്ഥാനത്താണ് കോൺഗ്രസ് ഈ 1600 രൂപ കൊടുക്കുന്നത്? കർണാടകത്തിൽ എത്രയാ കൊടുക്കുന്നത്? കർണാടകത്തിൽ എത്രയാ കൊടുക്കുന്നത്? കൃത്യമായി മറുപടി വേണം. അത് എത്ര മാസമായി കൊടുത്തിട്ട് ഇവിടെ വൈദ്യുതിക്കരം കൂട്ടുന്നു, വെള്ളക്കരം കൂട്ടുന്നു, സകലമാന ഫീസും വർദ്ധിപ്പിക്കുന്നു. അതൊക്കെ കൃത്യമായി മറുപടി പറയണ്ടേ? ആളുകൾ ഇവിടെ പറഞ്ഞത്, ആളുകൾ പൊറുതിമുട്ടിയിട്ട ഇപ്പൊ ഇവിടെ സംസാരിച്ച കൂടുതൽ ആളുകളും പറഞ്ഞു വെക്കുന്നത് എന്താ? UR പ്രദീപിനെതിരെ അല്ല സംസാരിക്കുന്നത്, പിണറായി വിജയനെതിരെയുള്ള വിധി എഴുത്തായി ഇത് മാറാൻ പോവുകയാണ്. UR പ്രദീപ് അല്ല പ്രശ്നം, ഇവിടെ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നുള്ളതാണ്. സാർ, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഇവര് രണ്ടുപേരും ഉത്തരം പറഞ്ഞില്ല. 63 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുന്ന കേരളത്തെ പോലെ ഒരു സംസ്ഥാനത്തിന്റെ പേര് പറയാമോ? 63 ലക്ഷം ആളുകൾക്ക് പെൻഷൻ ആരംഭിച്ചത് പിണറായി വിജയന്റെ കാലത്താണോ? പിണറായി വിജയന്റെ കാലത്താണോ ആരംഭിക്കുന്നത്? നായനാർ മുഖ്യമന്ത്രിയായ കാലത്താണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പെൻഷൻ പാസ്സാക്കിയിട്ടുള്ളത്. വളരെ കൃത്യമായ രേഖകളുണ്ട്. പെൻഷന്റെ കാര്യം മുഴുവൻ പിണറായി വിജയന്റെ തലയിലേക്ക് ഏറ്റെടുക്കൊന്നും വേണ്ട. ഇവിടെ UDF ഗവൺമെന്റുകൾ വളരെ കൃത്യമായി
Right. സോയ, ഡോക്ടർ സോയ, ഞാൻ തിരിച്ചു വരാം. സൈത്ത് പറ. സൈത്ത് പറ. ഇല്ല, അങ്ങോട്ട് നോക്കണ്ട, അവരോട് പറയണ്ട. അവരോട് ബാക്കിലേക്ക് ഇറങ്ങി, ബാക്കിലേക്ക്. ഞാൻ വരാം. സൈത്തിന്റെ ഈ വികസനമായി കൊട്ടിഘോഷിക്കുന്നത് ഈ 1600 രൂപ കൊടുക്കുന്നില്ല. അതാണ് ഞങ്ങൾ 4000 രൂപയാണ് ഹരിയാനയിൽ കൊടുക്കുന്നത്. 4000 രൂപയാണ് ഹരിയാനയിൽ കൊടുക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും വായിച്ചു നോക്കാൻ പറ. 4000 രൂപയാണ് ഹരിയാനയിൽ കൊടുക്കുന്നത്. നിങ്ങൾ വായിച്ചു നോക്ക്. നിങ്ങൾ എല്ലാ ആളുകൾക്കും മുഴുവൻ ആളുകൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വായിച്ചു നോക്ക്. ഇവര് ഈ 1600 രൂപ കിട്ടാൻ ഈ 1600 രൂപ കിട്ടാൻ 1600 രൂപ കിട്ടാൻ 63 ലക്ഷം ആളുകൾ എന്ന് പറഞ്ഞ കേരള ജനസംഖ്യയിലെ 4-1 കാത്തിരിക്കുന്ന ഗതികേടിലേക്ക് ഈ സംസ്ഥാനം എത്തിയെങ്കിൽ അതാണോ ഇവരുടെ വികസനം? ഈ ഗതികേടാണോ ഇവർ നൽകുന്ന വികസനം? ഇവിടെ തൊഴിലുണ്ടോ? തൊഴിൽ കൊടുക്കാൻ ഈ ചേലക്കര നിയോജക മണ്ഡലത്തിൽ 10 വിദ്യാർത്ഥികൾക്ക് ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ ഒരു സംരംഭമില്ല. ചേലക്കരയിൽ വലിയൊരു സംരംഭമില്ല. ഉള്ളത് പൂട്ടിപ്പോകുന്നു. എന്ത് ചെയ്യും? സംരംഭമില്ല കേരളത്തിൽ. ചേലക്കരയിൽ നിങ്ങൾ ചേലക്കരയിൽ വരിക. ചരിത്രമുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, തൊഴിലില്ലായ്മയെ പറ്റി ഇവിടെ പറയുന്നുണ്ടല്ലോ. ചേലക്കരയിലുള്ള തൊഴിലില്ലായ്മയെ പറ്റി പറയുന്നുണ്ടല്ലോ. 14 ലക്ഷം ഒഴിവുകൾ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചാൽ ഇപ്പൊ വയ്ക്കാം. ഒഴിഞ്ഞെടുക്കാണ്. എന്തുകൊണ്ട് വയ്ക്കുന്നില്ല? എന്തുകൊണ്ട് വയ്ക്കുന്നില്ല? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ PSC വഴി നിയമനങ്ങൾ നടത്തിയ സംസ്ഥാനം നിയമനം നടത്തിയത് കത്തിക്കുത്തി കേസിലെ പ്രതിയാണ് SI ആയത്. ഒരൊറ്റ കാര്യം കേൾക്കട്ടെ. നിങ്ങൾ ഈ കേരളത്തിലെ നിയമനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, കേരളത്തിലെ ഏതെങ്കിലും DYFI-കാരന്റെ ഭാര്യയ്ക്ക് ഇനി ജോലി കിട്ടാൻ ബാക്കിയുണ്ടോന്ന് ഒന്ന് എയ്ഡഡ് സ്ഥാപനങ്ങളിൽ യൂണിവേഴ്സിറ്റികളിൽ എങ്ങനെ നിയമനം കൊടുക്കുന്നത്? PSC വഴിയല്ലാന്ന് പറഞ്ഞേക്കണ്ട ഹർഷൻ. വളരെ കൃത്യമായി യൂണിവേഴ്സിറ്റികളിലെ നിയമനത്തിന്റെ കൃത്യമായിട്ടുള്ള എഗ്രിമെന്റുകൾ ഒരു വാക്ക് കൂട്ടി ചേർക്കാനുണ്ട്. കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിൽ പട്ടികവർഗ വിഭാഗത്തിന്റെ പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് ലിസ്റ്റ് റദ്ദ് ചെയ്ത സർക്കാരാണ് ഈ മെയ് 31 ഈ സർക്കാർ. പട്ടികവർഗ വിഭാഗത്തിന്റെ 2 അംഗങ്ങളും പറഞ്ഞത് ഞങ്ങൾ കേട്ടു. കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് ശേഷം ചേലക്കര നിയോജക മണ്ഡലം ഒരു തരത്തിലും വികസനമെത്താത്ത ഒരു മണ്ഡലമാണ്. നിങ്ങൾ ഭരിക്കുന്നുണ്ടോ? സത്യമാണ്. ആ വൈസ് പ്രസിഡന്റ് പറഞ്ഞ സത്യമാണ്. പിന്നെ പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് രാധാകൃഷ്ണൻ മന്ത്രിയായതും MLA ആയതും സ്പീക്കറായതും UR പ്രദീപ് വന്നതിന് ശേഷം മണ്ഡലത്തിലെ വികസന പ്രവർത്തനം നിങ്ങൾ കാണുപോയിട്ട് എവിടെയാണ് പോണ്ടത്? ഒരു 10 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരൊറ്റ കാര്യം മാത്രം ചോദിക്കട്ടെ. ഇവിടെ വലിയ 100 ഏക്കർ സ്ഥലം സർക്കാർ വില കൊടുത്ത് വാങ്ങിച്ച ഒരു റൈസ് പാർക്ക് ഒരു സ്വിച്ച് ഇട്ട് ഓൺ ആക്കി പോയതല്ലാതെ 1 മണി നെല്ല് അവിടുന്ന് കയറി പോയിട്ടുണ്ടോ? അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴും റൈസ് പാർക്ക് ഒരു പ്രശ്നമായി വരുന്നുണ്ട്. മാത്രമല്ല, ഈ ചർച്ചയിൽ ഇതുവരെ കാണുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മണ്ഡലത്തിലെ പ്രശ്നങ്ങളിലേക്ക് പൂർണ്ണമായി ചർച്ച കേന്ദ്രീകരിക്കുന്നു എന്നുള്ളതാണല്ലോ. അതിനെന്താണ് മറുപടി? സർ അടങ്ങിക്ക്, അവർ പറയട്ടെ, മറുപടി പറയട്ടെ. മറുപടി പറയട്ടെ. അല്ല, അവർക്ക് മൈക്കില്ല. മൈക്ക് ഡേവിസ് മാഷിക്കേ ഉള്ളൂ. പറഞ്ഞു സാർ. ഇവര് എൻ്റെ UDFന്റെ സുഹൃത്തും BJPയുടെ സുഹൃത്തും. അല്ല, വഴക്കുണ്ടാക്കല്ലേ. ഇവിടെ കായിക മത്സരമില്ല. ഇവിടെ വഴക്കുണ്ടാക്കല്ലേ. വഴക്കുണ്ടാക്കല്ലേ. അല്ല, നമ്മളിത് ചർച്ചയാണ്. ഇത് വഴക്കുണ്ടാക്കല്ലേ. ചേലക്കര പൊതുവെ വഴക്കുണ്ടാകാത്ത സ്ഥലമാണ്.
ആ വഴക്കുണ്ടാക്കാതെ നമ്മൾ പോയിന്റിലേക്ക് വാ ഡേവിസ് മാഷേ വാ. ഞങ്ങളുടെ ചേലക്കരയിൽ അദ്ദേഹം പറയട്ടെ അദ്ദേഹം പറയട്ടെ അത് ഹലോ 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 വഴക്കുണ്ടാക്കാതെ അല്ല അവരവിടെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ, അത് പറഞ്ഞു തീർക്കട്ടെ. അവരാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് നിങ്ങളിങ്ങനെ വഴക്കുണ്ടാക്കിയാലോ? അവിടെ നിങ്ങൾ പാനലിസ്റ്റുകൾ സംസാരിക്കല്ലേ, അതിനിടയ്ക്ക് എന്തിനാണ് അതിനിടയ്ക്ക് എന്തിനാണ് വഴക്കുണ്ടാക്കല്ലേ? ഏയ് പുള്ളിയോട് പറ പുള്ളിയെ ഒന്ന് ഒതുക്ക്. അവിടെ ഇരിക്ക് എന്റെ പൊന്നു സുഹൃത്തെ, അവിടെ ഇരിക്ക്. എന്താണ് ചർച്ച ഇങ്ങനെ പോയാൽ ചർച്ച അവസാനിപ്പിക്കേണ്ടി വരും കേട്ടോ. ഞാനിവിടെ വളരെ സമാധാനപരമായ ചർച്ച ചേലക്കര നടക്കുമെന്ന് വിചാരിച്ചതാ. ഇതുവരെ നടന്നത് എല്ലാം സമാധാനപരമാണ്. ഇത് നമുക്കെന്തായാലും റൈസ് പാർക്ക് പറഞ്ഞോ. വൈസ് പ്രസിഡന്റ് ഒന്ന് ഒതുക്ക്. നടക്കട്ടെ. ഇപ്പൊ അപ്പുറത്ത് UDF-ന്റെ പ്രതിനിധി, അതിന്റെ അപ്പുറത്ത് BJP-യുടെ പ്രതിനിധി. യഥാർത്ഥത്തില് ഇവര് രണ്ടും രണ്ട് മുന്നണിയായിട്ട് നിൽക്കുന്നത് തോന്നുന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഇവര് ഒറ്റ മുന്നണിയാണ്. ഇന്ത്യ മുന്നണിയിൽ ഞങ്ങളില്ല. എന്താ വ്യത്യാസം? ഇന്ത്യ മുന്നണിയിൽ ഞങ്ങളില്ല. ഇവര് തമ്മിൽ എന്താ വ്യത്യാസം? കേന്ദ്ര നയങ്ങളുടെ കാര്യത്തിൽ UDF-ഉം BJP-യും തമ്മിൽ വ്യത്യാസമുണ്ടോ? BJP എതിർക്കുന്നുണ്ടോ? ഇപ്പൊ ഉദാഹരണം, വയനാടിൽ ചൂരൽമലയിൽ ഈ നാട്ടിലെ മനസാക്ഷിയെ ഞെട്ടിപ്പിച്ച ദുരന്തമുണ്ടായി. കേന്ദ്ര ഗവൺമെന്റ് നയാ പൈസയുടെ സഹായം ഇതുവരെ പ്രഖ്യാപിച്ചില്ല. പ്രഖ്യാപിക്കണമെന്ന് വയനാടിന്റെ MP ആയ രാഹുൽ ഗാന്ധിയുടെ നാവനങ്ങിയില്ല. ഇവര് തമ്മിൽ വീട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ കേന്ദ്ര സഹായം 100 വീടല്ല, കേന്ദ്ര സഹായത്തിന് വേണ്ടി രാഹുൽ ഗാന്ധി സംസാരിച്ചിട്ടില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ അതിനുള്ള തെളിവ് പറയൂ. രാഹുൽ ഗാന്ധി എവിടെയും സംസാരിച്ചത് നിങ്ങൾ കണ്ടിട്ടില്ലേ? കൈരളി TV കണ്ടിട്ടല്ല ഇവിടെ വന്ന് സംസാരിക്കേണ്ടത്. കൈരളി TV കണ്ടിട്ടല്ല ഇവിടെ വന്ന് രാഹുൽ പറഞ്ഞു. നിങ്ങൾ കണ്ണു തുറന്ന് കാണണം. മാഷേ ഇവര് അതിനും കൂടെ മറുപടിയുണ്ട്. ഇപ്പൊ ഇത്ര നേരം ചോദിച്ചു റൈസ് പാർക്കിനെ പറ്റി സാറ് മിണ്ടിയില്ല. ക്ഷമിച്ചേക്ക്. ഇൻഡസ്ട്രിയൽ പാർക്കിനെ പറ്റി സാറ് അവരെ കൊണ്ടതിന് മറുപടി പറയാൻ കഴിയില്ല. പിന്നെ CJP പാലക്കാട് ആരാണ് KPM ഹോട്ടലിൽ കെട്ടിപ്പിടിച്ചു നിന്നതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല ഡിമാൻഡാണ്. ഇവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ആരോപിക്കുന്നുണ്ട്. BJP ആണ് ചർച്ചാ വിഷയം. ഇന്ത്യ മുന്നണിയിൽ BJP ഇല്ല. എനിക്ക് അതേ പറയുള്ളൂ. ഇന്ത്യ മുന്നണിയിൽ ഞങ്ങളില്ല. നിങ്ങൾ പുറകോട്ട് ഇറങ്ങിയില്ലെങ്കിൽ നിങ്ങളെല്ലാം ക്യാമറയ്ക്ക് ഇല്ല. നമ്മുടെ ഈ വിഷ്വൽ ഫ്രെയിമിൽ ഈ കാര്യങ്ങളൊന്നും കിട്ടാത്ത അവസ്ഥയുണ്ട്. അതുകൊണ്ട് ലേശം പുറകോട്ട് ഇറങ്ങിക്കണം. മാത്രമല്ല സംഘർഷം ഉണ്ടാക്കരുത്. നമ്മളിവിടെ കായിക പരീക്ഷണങ്ങളിലൊന്നും ഏർപ്പെടാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്കാണ് അതിനുള്ള ആരോഗ്യമില്ല. നിങ്ങൾ കുറച്ച് പുറകോട്ട് ഇറങ്ങിക്കണം. പറഞ്ഞു മാഷോട് പറഞ്ഞത് പരക്കാട് റൈസ് മില്ലിന്റെ കാര്യം പറഞ്ഞു. പരക്കാട് റൈസ് മില്ല് ഇന്ന് കാട് പിടിച്ച് കിടക്കുന്ന നിങ്ങൾ എല്ലാ ചർച്ചയിലും കണ്ടു. പക്ഷെ അത് തുടങ്ങുമ്പോൾ വേറൊരു പ്രഖ്യാപനം പ്രിയപ്പെട്ട രാധേട്ടൻ നടത്തി. ഇത് 9 പഞ്ചായത്തിൽ നിന്ന് അരി നെല്ല് ശേഖരിച്ച് അവിടെ കൊണ്ടുവന്ന് കുത്തി ചേലക്കര മട്ട എന്ന പേരിൽ വിപണനം ചെയ്യും. കേരളം മൊട്ടം എന്നാണ്. ഇന്ന് ചേലക്കര മൊട്ടയാണ്. കൊണ്ടുവച്ചിരിക്കുന്നതാണ് പറയുന്നത്. ബസുമതി റൈസ് ഈ പരക്കാട് തുടങ്ങാൻ പറ്റിയ ഒരു സംരംഭം ഞങ്ങൾ പറഞ്ഞുതരാം. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഇങ്ങോട്ട് മാറ്റിയാൽ മതി. മാന്, മയില്, കുരങ്ങ്, ഒട്ടകം എല്ലാം അവിടെ ഉണ്ട്. 2 കട കൊണ്ടിട്ടാൽ മതി. നിങ്ങൾക്കും കുഴപ്പമുണ്ട്. നിങ്ങളും ഉണ്ട്. കേന്ദ്രം ഈ കാര്യത്തിൽ തീരുമാനം എടുക്കുന്നില്ല. ഈ വന്യമൃഗങ്ങളെ തെറ്റാണ്. ഞാൻ പറഞ്ഞത് അല്ല, തെറ്റാണ്. ഞാൻ പറഞ്ഞത് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് അത് പണി നടക്കുകയാണ്. ആ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് മൃഗശാലയാണ്. ആ മൃഗശാല കൊണ്ടുവന്ന് സ്ഥാപിക്കാൻ പറ്റുന്നത് രാധേട്ടൻ തുടങ്ങിയ പരക്കാട് റൈസ് മില്ലിന്റെ കാട്ടിലാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. പുത്തൂർ സുവോളജിക്കൽ പാർക്കിന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്താൽ മതി. ആ സുവോളജിക്കൽ പാർക്കിന്റെ എല്ലാ സാഹചര്യവും ഈ പരക്കാട് റൈസ് മില്ലിന്റെ പാർക്കിലും കാട്ടിലും
ഞാൻ പെട്ടെന്ന് തെറ്റിദ്ധരിച്ചു. ഇവിടെ ഈ പന്നിശല്യവും വന്യമൃഗശല്യവും രൂക്ഷമാണല്ലോ. ഞാൻ വിചാരിച്ചു അതിലേക്കാണ് വരുന്നത്. രണ്ട് സർക്കാരുകൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ആദ്യമായിട്ട് ഈ ചാനൽ ഞാൻ വീക്ഷിച്ചു തുടങ്ങി, സ്റ്റാർട്ടിങ് മുതൽ വീക്ഷിച്ചു തുടങ്ങിയ ഒരു വ്യക്തിയാണ് ഞാൻ. ഇപ്പോഴാണ് മനസ്സിലായത് കൈരളിയുടെ ബി ടീമാണെന്ന്. പിന്നെ ഒന്ന്, ഇവിടെ ആ ചാനലിന്റെ കാര്യം, ഇത് ഓൺ എയറിൽ പോവുകയാണെങ്കിൽ തൻ്റെ ഇടമുണ്ടെങ്കിൽ ഇത് ലൈവ് ആണെങ്കിലും കാണിക്കണം. മാത്രമല്ല ഇവിടെ ചേലക്കരയുടെ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ ഈ 519 കോളനിയുള്ള ഈ ചേലക്കര നിയോജകമണ്ഡലത്തിൽ ഈ കോളനിയുടെ വികസനത്തിൻ്റെ കുടിവെള്ളത്തിൻ്റെയും ദാരിദ്ര്യ നിർമ്മാണത്തിൻ്റെയും അവരുടെ പാർപ്പിട സൗകര്യത്തിനും എന്തൊക്കെ ഈ LDFന്റെ അതല്ല അതിന് കൃത്യമായ ഉത്തരം മാഷ് പറയുക. 5 വർഷം UDFന്റെ MP ആയിട്ട് ജയിച്ച രമ്യ ഹരിദാസ് ഈ നിയോജകമണ്ഡലത്തിൽ വോട്ട് തേടി വരികയാണെങ്കിൽ അവര് ഈ കഴിഞ്ഞ ഞാൻ പറയട്ടെ 5 വർഷം കൊണ്ട് 5x25 കോടി രൂപ ഈ ലോകസഭാ മണ്ഡലത്തിൽ കൊടുത്തെങ്കിൽ ഈ നിയോജകമണ്ഡലത്തിനും ഈ പഞ്ചായത്തിനും വേണ്ടി എന്ത് ചെയ്തു എന്ന് മാത്രം പറഞ്ഞാൽ മതി. ബാക്കി അടിസ്ഥാനമില്ലാത്ത എന്തൊക്കെ ആരോപണങ്ങളാണ് ഉന്നയിച്ചത്, അത് വിട്ടു കളയാം. ബാക്കി വേറെ എന്തൊക്കെയാണ്? വേറെ ആരുടെ ആർക്കാ പറയാം? ഇതാണ് അവിടെ അടിസ്ഥാന എന്ന് പറയുമെങ്കിൽ ഇതാണ് കൈരളിയുടെ ബി ടീമാണെന്ന് ഞാൻ പറയാൻ കാരണം. അതിന് കാരണം എന്താ? നിങ്ങൾ ഇടതുപക്ഷത്തിന് മാത്രം ഇത് സപ്പോർട്ട് ചെയ്തുകൊണ്ട് പോകുന്നതാണോ? അങ്ങനെ നിങ്ങൾക്ക് ഇതുവരെ കേട്ടോ തോന്നിയോ? അല്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയോ? ചർച്ച ഇതുവരെ ഒരു ഒറ്റ കാര്യം ഈ വിഷയം ഞാൻ വീണ്ടും പറയാണ്. ചേലക്കര നിയോജക മണ്ഡലത്തിന്റെ വികസന വിഷയമാണ് ചർച്ച ആവേണ്ടത്. ഇവര് അത് ചോദിക്കുമ്പോൾ അവിടുന്ന് സ്കിപ്പ് ചെയ്ത് പോകുന്നുണ്ട്. അത് അനുവദിക്കരുത്. കാരണം ചേലക്കര നിയോജക മണ്ഡലത്തിലെ 519 കോളനികളിൽ പഴയന്നൂർ പഞ്ചായത്തിലെ ആദിവാസി കോളനികളുണ്ട്. മാട്ടിൻമുകൾ ആദിവാസി കോളനി, ടാർപ്പായ കൊണ്ട് കീറത്തുണി കൊണ്ട് വീട്ടിൽ താമസിക്കുന്ന ആദിവാസി കോളനികൾ ഈ രാധാട്ടന്റെ തൊട്ടപ്പുറത്തെ പഞ്ചായത്താണ്. 30 വർഷം ഭരിച്ചിട്ട് ആദിവാസി കോളനികളിൽ വീട് നിർമ്മിക്കാൻ സാധിക്കാത്തവർ, ശൗചാലയം നിർമ്മിക്കാൻ സാധിക്കാത്തവർ ഇവരാണോ ഈ അടിസ്ഥാന ജനവിഭാഗത്തിന്റെ വക്താക്കളായി അവതരിപ്പിക്കപ്പെടുന്നത്? ഇതിലെന്താണ് ടേക്ക്? ഇതുവരെ പറഞ്ഞു നിർത്തിയല്ലോ. കോളനി എന്ന വാക്ക് മാത്രമാണ് പറഞ്ഞ അവസ്ഥ തന്നെയാണ്. ഇരുളടഞ്ഞ 28 വർഷമാണ് ചേലക്കരയ്ക്ക് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിങ്ങൾ റോഡുകളിലൂടെ സഞ്ചരിച്ചു നോക്ക്. ഈ ഗ്രാമപ്രദേശത്ത് പൊട്ടിപ്പൊളിയാത്ത ഒരു 4 റോഡ് കാണിച്ചു തരികയാണെങ്കിൽ അവസാനിപ്പിക്കാം. ഇവിടെ ആദിവാസി കോളനികൾ ഉൾപ്പെടെയുള്ള ശോച്യാവസ്ഥ അത് കൃത്യമായി പരിഹരിക്കപ്പെടേണ്ടതാണ്. ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ് പ്ലീസ്. ഒരു മിനിറ്റ്. റോഡ് ഈ മുള്ളൂർക്കരയിലെ കാഞ്ഞേശ്ശേരി തൊട്ട് അവിടെ വരവൂര് വരെയുള്ള റോഡ് പരിശോധിക്കോ? പരിശോധിക്കോ? പറയരുത്. ഒരു കാര്യം ഞാൻ പറയാം, ഇത്രയും മുഴുവൻ പേർക്കൊന്നും മൈക്ക് കയറാൻ പറ്റില്ല. ഒരു ചർച്ചയിൽ അടിസ്ഥാന സൗകര്യ വികസനമാണ് മാറ്റേണ്ടത്. പദപ്രയോഗങ്ങൾ മാറ്റിയതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ വലിയ പുരോഗമനമൊക്കെ പറയും, വലിയ പദപ്രയോഗമൊക്കെ മാറ്റും. എന്നിട്ട് ആട്ടിൻകൂട്ടിൽ അന്തി ഉറങ്ങേണ്ടി വന്ന ആളുകൾ ചേലക്കരയിലുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ഇടതുപക്ഷം തന്നെയാണ്. മൈക്ക് കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ, ഒരു വിഭാഗം നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രം മൈക്ക് കൊടുക്കുക. ഒന്ന്. രണ്ടാമത്, ഞാനിവിടെ ഇരുന്നു കൊണ്ട് പറഞ്ഞത് ഈ 10 വർഷമായിട്ട് പിണറായി വിജയൻ ചേലക്കര മണ്ഡലത്തിൽ എത്ര പേർക്ക് ജോലി കൊടുത്തു എന്നുള്ളതാണ്. അത് പറഞ്ഞപ്പോഴാണ് സഖാക്കൾ ഇവിടെ കൂട്ടം കൂടി വന്നത്. അല്ലാണ്ട് വെറുതെ അല്ല വന്നത്. ക്ലിയറായി. എനിക്കത് തീർക്കണമല്ലോ. 1 മണിക്കൂർ എത്തിക്കണ്ടേ? നിങ്ങളൊന്ന് സംഘർഷം ഉണ്ടാക്കല്ലേ. പുറകോട്ട് നിൽക്ക്. ചോദിക്കട്ടെ. ഇവിടെ പറഞ്ഞു 1996 ശേഷം ചേലക്കരയിൽ വികസനം വന്നിട്ടില്ലാന്ന്. ഈ 1996 ശേഷം ഇത്രയും രാവിലെ കളിച്ചത് ഇവിടെ LDF ആണ്. എന്തുകൊണ്ട് അവരെ LDFനെ ജയിപ്പിച്ചു വിട്ടു എന്നുള്ളത് ഒന്ന് ചിന്തിച്ചു നോക്കണം. അതാണ് മാറാൻ പോകുന്നത്. ഒരേ ഒരു കാര്യം, ഒറ്റ വിഷയം. ഇന്ന് കേരളത്തില് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മുനമ്പത്ത് 600-ൽ പരം കുടുംബങ്ങൾ വഴിയാധാരമായി നിൽക്കുന്നത് എന്തുകൊണ്ട് എന്ന് 3 കക്ഷികളും പറഞ്ഞാൽ നന്നായിരിക്കും. മുനമ്പത്തെ കേസിലേക്ക് അത് ഇന്നിപ്പോ പ്രധാന പ്രചാരണ വിഷയമായി BJP വീടുകളിൽ അതിന്റെ ലഘുലേഖ എത്തിച്ചിട്ടുണ്ട്. അതിലേക്ക് കൂടെ വരണം. നിങ്ങൾ ഒരു കാര്യമുണ്ട്. ഞാൻ പരമാവധി എല്ലാവർക്കും ഒറ്റ അവസരത്തിൽ നിർത്തണം. അതാണ് കുഴപ്പം. താങ്കൾ 2-3 തവണ സംസാരിച്ചു.
ഒറ്റ ചോദ്യം ചോദിക്കട്ടെ. ഒറ്റ ചോദ്യം. ഞാൻ ഇവിടെ നിങ്ങളുടെ മനോഹരമായൊരു ബസ്സുണ്ട്, മെഴ്സിഡസ് ബെൻസ് ആണ്. ഇതുപോലെ നവകേരള ബസ് എന്ന് പറഞ്ഞ് ഒരു മെഴ്സിഡസ് ബെൻസിന്റെ 1,60,00,000 രൂപ ചെലവാക്കി ഒരു ബസ് കൊണ്ടുവന്നിരുന്നു. ഇവിടെ അതിനു വേണ്ടി മാത്രം കുഴിയടച്ചു മുഖ്യമന്ത്രി വരുമ്പോഴും മന്ത്രിമാരും വരുമ്പോ. ആ ബസ്സിന്റെ സ്ഥിതി എന്താ? ആ ബസ് ഇപ്പൊ എവിടെയാ? മാത്രമല്ല ക്ലിയർ ആണ്. ഇനി ഒരു കാര്യമുണ്ട്. ചെറിയ കുട്ടികളടക്കം ഇവിടെയുണ്ട്. താരതമ്യേന തരക്കേടില്ലാത്ത ഒരു ക്രൗഡ് ഇവിടെയുണ്ട്. നിങ്ങൾ വെറുതെ സംഘർഷം ഉണ്ടാക്കരുത്. നമ്മൾ കൂളായിട്ട് പരമാവധി ആളുകളുമായിട്ട് സംസാരിച്ച് നമുക്ക് പോകണം. നിങ്ങൾ വെറുതെ ഇവിടെ ഞാൻ പറയട്ടെ, ഇതിനകത്ത് ഞാൻ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും ബലപരീക്ഷണത്തിൽ നിന്നിട്ട് ഒരു കാര്യവുമില്ല. കാരണം അടുത്ത ദിവസം വോട്ട് കുത്തി ആരാ ജയിക്കുന്നെന്നുള്ളത് ജനം തീരുമാനിക്കും. അതുകൊണ്ട് അങ്ങനെ സംഘർഷം ഉണ്ടാക്കാൻ നിൽക്കരുത്. പരമാവധി എനിക്ക് ഇവിടുത്തെ ആളുകളെ മുഖപരിചയമൊന്നുമില്ല, ആളുകളുടെ രാഷ്ട്രീയം എനിക്കറിയത്തില്ല. പരമാവധി ആളുകളിലേക്ക് വരാൻ ഞാൻ നോക്കും കേട്ടോ. അപ്പോൾ ഇരിക്കുന്ന അപ്പോൾ എന്തുണ്ട് ഇദ്ദേഹത്തിന് ചേട്ടൻ കുറച്ച് നേരമായി ചോദിക്കുന്നു. പിന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സന്ദേശിച്ച കോഴിക്കോട് ഇപ്പൊ കിടക്കുന്നുണ്ട്. അതോ മനസ്സിലായി കോഴിക്കോട് ഇപ്പൊ കിടക്കുന്നുണ്ട്. ദിവ്യനെ കൊണ്ടുപോയി ഒളിപ്പിച്ച് ദിവ്യ ഇപ്പൊ ഒളിപ്പിച്ച് ഇപ്പൊ ജയിലിലിറങ്ങിയപ്പോ ഞാൻ പറയട്ടെ. അതായത് നാട്ടുകാരനെന്ന് കരുതി കാറിൽ സഞ്ചരിക്കുമ്പോൾ കൈവീശി ഉള്ളിൽ ക്രൂരതമായ മാത്രം ആ കാലവർഷം മാറി. രാധാകൃഷ്ണന്റെ ക്ലിയറായി. ഇനി എന്താ പ്രശ്നം? 5 കൊല്ലം രമ്യ ഇവിടെ MP ആയിട്ട് നിന്നു. ആ 5 കൊല്ലം എന്ത് വികസനമാണ് രമ്യ അവിടെ ഉണ്ടാക്കിയിട്ടില്ല ഇപ്പൊ പറയണം. പിന്നെ ഈ മുള്ളൂർക്കര പഞ്ചായത്ത് വികസനം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ മുള്ളൂർക്കര പഞ്ചായത്തില് 5 വർഷം MP ആയിട്ട് എന്ത് വികസനം ഓക്കെ. നമുക്ക് ഇനി ഇതിനെല്ലാം ഇവര് പാനലിസ്റ്റുകൾ മറുപടി പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കും. വികസനമാണല്ലോ പറഞ്ഞു വന്നത്. അതെ, വികസനത്തിലാണ് ഊന്നി നിൽക്കുന്നത്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇവിടെ രാധാകൃഷ്ണൻ MLA ആയി ആദ്യമായിട്ട് വരുന്ന സമയത്ത് രാധാകൃഷ്ണന്റെ കൊച്ചു കുടിലിൽ മണ്ണെണ്ണ വിളക്കായിരുന്നു. ഇപ്പോഴോ ചേലക്കര സമ്പൂർണ്ണ വൈദ്യുതീകരിക്കപ്പെട്ട മണ്ഡലമായി മാറി. കേരളം സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിന്റെ മണ്ഡലമായി മാറി. സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിന്റെ മണ്ഡലമായി മാറി കേരളം സമ്പൂർണ്ണമായി വൈദ്യുതീകരിക്കപ്പെട്ടു. പ്രശ്നമല്ലേ മാറ്. എന്താണിത്? ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ചർച്ച തന്നെ അവസാനിപ്പിക്കും കേട്ടോ. ഇങ്ങനെയാണെങ്കിൽ ചർച്ച അവസാനിപ്പിക്കും. അല്ലല്ല ആ ചർച്ച തർക്കിക്കല്ലേ, അങ്ങനെ ഇതാണല്ലേ, സംഘർഷത്തിലേക്ക് പോകല്ലേ. എന്തൊരു കഷ്ടമാണ്. ഇതുവരെ ചേലക്കരയിൽ നടന്ന ഒരു ചർച്ചയും ഇങ്ങനെ സംഘർഷത്തിലേക്ക് പോയിട്ടില്ല. അതുകൊണ്ട് നിങ്ങളും സംയമനം പാലിക്കണം. ചർച്ചയിൽ സംഘർഷം ഉണ്ടാക്കരുത്. അവസാനം അതിൻ്റെ ചീത്തപ്പേര് എനിക്കായിരിക്കും. സംഘർഷം ഉണ്ടാക്കരുത് പ്ലീസ്. സംഘർഷം ഉണ്ടാക്കല്ലേ. ആരും ദയവ് മനസ്സിലായി. പ്ലീസ് സംഘർഷം ഉണ്ടാക്കല്ല. ഞാൻ മനസ്സിലായി. നിങ്ങൾ ചെന്നിരിക്കും. സീറ്റിലിരിക്കുക. വഴക്കുണ്ടാക്കല്ല. നിങ്ങളെല്ലാം നാട്ടുകാരും പരസ്പരം അറിയാവുന്നവരും നാട്ടുകാരുമാണ്. എന്തിനാണ് വെറുതെ വഴക്കുണ്ടാക്കുന്നത്? ഡേവിസ് മാഷേ പറഞ്ഞു തുടങ്ങിക്കോ. ഞാൻ പറഞ്ഞു വന്നത് ചേലക്കരയെ സമ്പൂർണ്ണ വൈദ്യുതീകരിക്കപ്പെട്ട മണ്ഡലമാക്കി മാറ്റിയത്, പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് LDF ഗവൺമെന്റ് ആണ്. കേരളത്തെ സമ്പൂർണ്ണ വൈദ്യുതീകരിച്ചത്. ഇവിടെ ഇരിക്കുന്ന പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് ഒരു പക്ഷേ മുഴുവനും അറിയില്ല. ഞാൻ പറഞ്ഞു വന്നത് 6 മണി മുതൽ 8 മണി വരെ പവർ കട്ട് ഈ കേരളത്തിലുണ്ടായിരുന്നു. പക്ഷെ ഇതിപ്പോ ഇപ്പോഴത്തെ സർക്കാരിന്റെ കാര്യമല്ലേ ജനം ചോദിക്കുക. എങ്ങനെ മാറി? വൈദ്യുതി കട്ടില്ലാത്ത സംസ്ഥാനമായി എങ്ങനെ കേരളം മാറി?
കേരളം മാറിയതിൽ കാര്യം ചോദിക്കട്ടെ? LDF പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്താണ് പറഞ്ഞു വെക്കുന്നത് ഞാനും കണ്ടിട്ടുള്ളതാണ്. ഈ 30 കൊല്ലം കറണ്ടില്ലായിരുന്നു എന്നുള്ളത്. 30 കൊല്ലം മുമ്പ് കേരളത്തിൽ വൈദ്യുതീകരിക്കാത്ത എത്രയോ ഗ്രാമങ്ങളുണ്ട്. ഈ 30 കൊല്ലം മുഴുവൻ നടന്ന കാര്യങ്ങൾ, ഈ 30 കൊല്ലം കേരളം ഭരിച്ചുകൊണ്ടിരുന്ന പിണറായി വിജയനായിരുന്ന ഇടതുപക്ഷമായിരുന്നോ? എന്ത് മടയത്തരമാണ് പറഞ്ഞു വെക്കുന്നത്? കേരളത്തിൽ മാറി മാറി ഭരിച്ച ഗവൺമെന്റുകൾക്ക് അല്ലാതെ ഇത് മുഴുവൻ പിണറായി വിജയന്റെയും ഇടതുപക്ഷത്തിന്റെയും തലയിലൊന്ന് ഏറ്റുവെക്കാൻ കേരളത്തിലെ പൊതുബോധം സമ്മതിക്കുന്ന കാര്യമൊന്നുമല്ല. സമ്പൂർണ്ണ വൈദ്യുതീകരണം, സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിന്റെ പേര് സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിന്റെ പേര് ദീനദയാൽ ഉപാധ്യായ ഗ്രാമീൺ ജ്യോതി യോജന എന്നാണ്. അത് ഇന്ത്യ മഹാരാജ്യത്തിന് മുഴുവനുമുണ്ട്. അത് ഇന്ത്യ മഹാരാജ്യത്തിന് മുഴുവനുമുണ്ട്. അത് ഇന്ത്യ മഹാരാജ്യത്തിന് മുഴുവനുമുണ്ട്. ആ പോസ്റ്റിൽ എഴുതി വെച്ച് കാണാം. ആ പോസ്റ്റിൽ എഴുതി വെച്ച് കാണാം. ആ വൈദ്യുതീകരണം ഇന്ത്യ രാജ്യത്ത് മുഴുവനുമുണ്ട്. ചേലക്കര നിയോജകമണ്ഡലത്തിലല്ല, CPM-നല്ല, കോൺഗ്രസിനല്ല. അത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ പദ്ധതിയാണ്. വീടില്ലാതിരുന്ന കേരളത്തിൽ അവർക്ക് വീട് നൽകിയത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് എത്രയോ ആളുകൾക്ക് വീട് കൊടുത്തിട്ടുണ്ടെന്ന് കൃത്യമായി അറിയുന്ന കാര്യമാണ്. ഉമ്മൻചാണ്ടിയുടെ കാലത്തെ ഏത് ലൈഫ്? നിങ്ങളുടെ ലൈഫ് കണ്ടല്ലോ. ഇവരുടെ ലൈഫ് സ്വർണം കട്ടതും അല്ലെങ്കിൽ ചെമ്പിലുമൊക്കെ സ്വർണം കണ്ടതൊക്കെ കണ്ടു. ലൈഫ് മിഷൻ എന്ന് പറയുന്ന പദ്ധതി കേരളത്തിൽ നാണം കെടുത്തിയില്ലേ? ചെമ്പിൽ സ്വർണം കൊണ്ടുവന്ന ആളുകളല്ലേ? ഒരുമിച്ചെല്ലാവരും പറഞ്ഞാൽ ഒന്നും കേൾക്കില്ല. ഓരോരുത്തരും പറഞ്ഞ സൈത് ഇതിനകത്ത് ഞങ്ങൾക്ക് കേന്ദ്ര സഹായം വേണ്ട രീതിയിൽ ഇവിടെ കിട്ടുന്നില്ല എന്നുള്ളവർ അവിടെ കേന്ദ്ര സഹായം വേണ്ട രീതിയിൽ കിട്ടാത്തത് വയനാടല്ല, ഇന്ത്യ മഹാരാജ്യത്ത് മുഴുവൻ കാര്യം ഞങ്ങൾ പറയും. അതായത് കേന്ദ്ര സഹായം കിട്ടേണ്ടത് 1.5 ലക്ഷം രൂപ ഒരു ശവം കുഴിച്ചിടം വേണമെന്ന് പറഞ്ഞാൽ കേന്ദ്ര സഹായം കിട്ടില്ല. അത് യാഥാർത്ഥ്യമാണ്. നിങ്ങളാണ് സെൽഫി എടുത്തത്. നിങ്ങളുടെ MP ആണ്. എന്തെങ്കിലും ചെയ്തോ? അതല്ല, കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തു വയനാടിന് വേണ്ടി? കേരളത്തിന്റെ CMRDF ഫണ്ടിൽ 746 കോടി 746 കോടി. നിങ്ങൾ പിണറായി വിജയന്റെ പാർട്ടിയാണോ? നിങ്ങൾ LDF-ന് വേണ്ടിയാണ് സംസാരിക്കുന്നത്. CMDR ഫണ്ടിൽ 746 കോടി, കേന്ദ്രം കൊടുത്തത് 446 കോടി. ഇനി കണക്ക് കൊടുത്താൽ ആവശ്യമുള്ള വിഭവങ്ങൾ കേന്ദ്രം വയനാടിന് കൊടുത്തത് 346 കോടി രൂപ. 746 CMRDF ഫണ്ടിലുണ്ട്. 1100 കോടി രൂപ ജനങ്ങൾ കൊടുത്തു. എത്ര രൂപ പിണറായി ജനങ്ങൾ സമാധാനമായിട്ട് SDRF തീർച്ചയായും സർക്കാർ കൊടുക്കേണ്ടതാണ്. അത് എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കേണ്ടതാണ്. പക്ഷേ ഇപ്പൊ ത്രിപുരയിലായാലും ആന്ധ്രയിലായാലും ഒറീസയിലായാലും ഒക്കെ അവിടെ ആസാമിലായാലും അവിടെ ദുരന്തം ഉണ്ടാകുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ, അതായത് കിടക്കുന്നതിന് മുമ്പ് സഹായിച്ചിട്ടുണ്ട്. 146 കോടി രൂപ പറയാൻ സമ്മതിക്കുന്നില്ല. 146 കോടി രൂപ ആദ്യ ഗഡു, 146 കോടി രൂപ ആദ്യ ഗഡു, 126 കോടി രൂപ രണ്ടാം ഗഡു. ഇവരുടെ MP അനാഥമാക്കി പോയ വയനാട് മണ്ഡലത്തിൽ പറയട്ടെ, ഈ കേരളത്തിന് ആവശ്യപ്പെട്ട എന്താണോ അവിടെ വേണ്ട വിഭവ സമാഹരണമെന്ന് റിപ്പോർട്ട് നൽകിയാൽ നാഴിക വെളുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചേട്ടനും അനിത്യം മാറി മാറി നിന്ന് വയനാടിന് ഈ ഗതിയിലേക്ക് ഞങ്ങളാണ് ഉത്തരവാദി. ഞാൻ മിണ്ടുന്നില്ലല്ലോ. വയനാടിന്റെ പ്രശ്നം നരേന്ദ്രമോദി പരിഹരിക്കും, ഇന്ത്യൻ സർക്കാർ പരിഹരിക്കും. പക്ഷേ ഒരു ഡെഡ് ബോഡി കുഴിച്ചിടാൻ 1.5 ലക്ഷം രൂപ കൊടുക്കില്ല. കേരളത്തിന് അർഹമായ 57,000 കോടി ഉറുപ്പിക പിടിച്ചുവച്ചത് നരേന്ദ്രമോദിയുടെ കേന്ദ്ര ഗവൺമെന്റ് ആണ്. അത് സുപ്രീം കോടതിയിൽ തോറ്റു മാഷെ. സുപ്രീം കോടതിയിൽ തോറ്റു. തെരഞ്ഞെടുത്തു. സുപ്രീം കോടതിയിൽ തോറ്റു. ചേലക്കരയിൽ നിന്ന് ഒരു MP ഉണ്ടായിരുന്നല്ലോ,
ആ MP 57,000 കോടി ഉറുപ്പിക കേരളത്തിന് തടഞ്ഞു വെച്ചതിനെ പറ്റി മിണ്ടിയോ? ലോകസഭയിൽ മിണ്ടിയില്ല. ഇവര് തമ്മിൽ കോൺഗ്രസും BJPയും തമ്മിലാണ്. അതുകൊണ്ടാണല്ലോ 20-ൽ 18 അവർ ജയിച്ചു. പക്ഷേ എല്ലാ സമയത്തും പറഞ്ഞു വെക്കുന്ന ഒരു ആരോപണമാണ് കേരളത്തിൽ നിന്ന് പോകുന്ന കോൺഗ്രസിന്റെ MP-മാർ ഇവിടെ RSS ഇതര ഗവൺമെന്റുകൾക്കെതിരെ ബിജെപിക്കുള്ള കേന്ദ്ര സർക്കാരിനുള്ള എല്ലാ ചിറ്റമ നയത്തെയും ഞങ്ങൾ അംഗീകരിക്കുന്നു. അത് വിചാരിച്ച് കേരളത്തിൽ പിണറായി വിജയന്റെ വീട്ടിലെ കക്കൂസ് പണിയാനും കാലിത്തൊഴുത്ത് പണിയാനുമുള്ള ദൂർത്തിന് ഞങ്ങൾ കൂട്ടുനിൽക്കില്ല. സാർ, ഇവിടെ ഇവരൊന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയോ? ചെയ്തുകൊണ്ടിരിക്കുന്നത് രാജ്യസഭയിൽ BJPക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. രാജ്യസഭയിൽ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ കോൺഗ്രസിന്റെ KC വേണുഗോപാൽ രാജിവെച്ച് രാജ്യസഭയിൽ BJPക്ക് MP കൊടുത്തു. തീർച്ചയായും. പക്ഷേ തൃശ്ശൂർ സീറ്റ് BJPക്ക് നൽകിയത് കോൺഗ്രസിന്റെ 67,000 വോട്ട് കൊടുത്തിട്ടാ. പൂരം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയമാണോ? പൂരം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയമാണോ? ഈ ചർച്ചയിൽ ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ ചർച്ച ഇത് രാഷ്ട്രീയ ചർച്ചയാണ്, എലക്ഷൻ ചർച്ച. പക്ഷേ പൂരം വിഷയമാണ്. അന്തിമഹാകാളംകാവ് വേല ചർച്ചയാണ്. അന്തിമഹാകാളംകാവ് വേല ഈ മണ്ഡലത്തിലെ വൈകാരിക വിഷയമാണ്. വെടിക്കെട്ടിന് ഉത്തരവ് ഹൈക്കോടതി കൊടുത്തിട്ട് അത് പൊട്ടിക്കാൻ പറ്റില്ലെന്ന് ACP സിനോജ് പറഞ്ഞപ്പോ രാധാകൃഷ്ണൻ ഫോൺ വിളിച്ചപ്പോ രാധാകൃഷ്ണൻ നിലവിലില്ല എന്നാണ് മൊബൈൽ ഫോൺ മറുപടി വന്നത്. അത് വിഷയമാണ്. തൽക്കാലം വിടാം, അതൊക്കെ ചർച്ച ചെയ്യട്ടെ. ആ കാര്യത്തിൽ ഒരു തീരുമാനം നമുക്ക് അവസാന റൗണ്ടിലേക്ക് പോകാം. കാര്യം പറഞ്ഞല്ലോ. ഇപ്പോ പേരെടുക്കാൻ പോയ പിന്നെ സ്ത്രീ ഇരട്ട പെറ്റൂന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെയാ സുരേഷ് ഗോപി തൃശ്ശൂര് വന്നിട്ട് പറഞ്ഞു തൊട്ടു മുമ്പിൽ നിന്ന് വെടിക്കെട്ട് കാണാം. ഇപ്പൊ ഉണ്ടാക്കിയ കേന്ദ്ര നിയമം എന്താണെന്നറിയോ? 200 മീറ്റർ പോയി വെടിക്കെട്ട് ഫൈനൽ റൗണ്ടിലേക്ക് നിയമമാണ്. അവസാന റൗണ്ടാ. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. ഈ പറയുന്ന നാട്ടില് അങ്കമാലി, കാലടി 2 സ്ഥലമുണ്ട്. അതിൽ അങ്കമാലി എന്ന് പറയണ അവിടെ എഴുതി വെച്ചേക്കണ എന്താണെന്നറിയോ? റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിൽ കാലടി ഫോർ അങ്കമാലി ഫോർ കാലടി എന്ന് പറഞ്ഞാൽ ഇന്ന് കോൺഗ്രസ്സായി നിൽക്കുന്നയാള് നാളെ BJP ത്രിപുരയിലെ നമുക്കിത് കൺക്ലൂഡ് ചെയ്യാൻ സമയമായി. അതുകൊണ്ട് എന്ത് ചെയ്യും? ഒറ്റ കാര്യം, നിങ്ങൾ വിജയിച്ചാൽ എന്താണ് ഈ മണ്ഡലത്തിന് വേണ്ടി ചെയ്യുക? അത് ഞങ്ങൾ വിജയിക്കാം. ഈ തെരഞ്ഞെടുപ്പിന്റെ മൂലകാരണം ഞാൻ പറഞ്ഞു. ഈ ഞങ്ങളുടെ പോരാട്ടം ഇന്ത്യ സഖ്യത്തിനെതിരാണ്. തിരുവല്ലാമല പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന K. ബാലകൃഷ്ണനെ ഇറക്കാൻ ഒരുമിച്ച് ഇന്ത്യ സഖ്യമുണ്ടാക്കി പരീക്ഷിച്ച് വിജയിച്ച ആദ്യത്തെ സ്ഥലമാണ് തിരുവല്ലാമല. ഇവരാണ് ഒരുമിച്ച് ബാലകൃഷ്ണനെതിരെ നിന്ന് മത്സരിക്കുന്നത്. ഞങ്ങൾ 2014 മുതൽ തുടങ്ങിയ നരേന്ദ്രമോദിയുടെ വികസന രാഷ്ട്രീയം ഈ ചേലക്കര മണ്ണിൽ നടപ്പിലാക്കി കാണിക്കും. നിങ്ങളുടെ പോലെ വാഗ്ദാനങ്ങളല്ല, നടപ്പിലാക്കി ഞങ്ങൾ കാണിക്കും. അത് തന്നെയാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. ആ വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് എടുത്തു പറയാൻ പറ്റുമോ? ഇവര് 60 കൊല്ലം ഭരിച്ചിട്ട് വീടില്ല, വെള്ളമില്ല, വൈദ്യുതിയുമില്ല, ജോലിയില്ല. അതിനേക്കാൾ 1000 ഇരട്ടി വികസനം 5 കൊല്ലം കൊണ്ടല്ല, 2.5 കൊല്ലം കൊണ്ട് ഞങ്ങൾ നടപ്പിലാക്കും. കണ്ടോ, ഞങ്ങളുടെ MLA ഈ മണ്ഡലത്തിൽ മുഖച്ഛായ മാറ്റുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. നിങ്ങൾ കണ്ടോ, ആ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാർലമെന്റിൽ പരാജയപ്പെട്ടതാണ്. ഇവിടെ 5000 വോട്ടുകൾക്ക് പിറകിലായിരുന്നു. എന്നിട്ടും ആത്മവിശ്വാസത്തോടെ രമ്യ ഹരിദാസിനെ തന്നെ നിർത്തി. വിജയിച്ചാൽ എന്താണ് മണ്ഡലത്തിന് ചെയ്യുക? ഇത്രനേരം BJPയുടെ ഒരാൾ പറഞ്ഞു, ഞാനിവിടെ ഇത്രനേരം സംസാരിച്ചപ്പോഴും BJP എന്ത് ചെയ്യും എന്നുള്ളതിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം BJP ഇവിടെ മത്സരിക്കുന്നത് വെറുതെയാണ്. കൃത്യമായ ബോധ്യം ഞങ്ങളെ സംബന്ധിച്ചിട്ടുണ്ട്. വോട്ടിന്റെ കണക്കൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. വോട്ടിന്റെ കണക്കൊക്കെ നമ്മുടെ കയ്യിലുണ്ടല്ലോ. വോട്ടിന്റെ കണക്കൊക്കെ നമ്മുടെ കയ്യിലുണ്ടല്ലോ. അതൊക്കെ കണ്ടു. ഒന്നാണെന്നുള്ളതൊക്കെ പാലക്കാട് കണ്ടു.
എന്തിനാണ് ADGP അജിത് കുമാർ RSS നേതാവിനെ കാണാൻ പോയതെന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിയാത്ത നട്ടല്ലാത്ത ആഭ്യന്തര വകുപ്പാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഡീലിനെ പറ്റി സംസാരിക്കല്ലേ? വളരെ കൃത്യമായി 5 വർഷവും മുഴുവൻ ഫണ്ടും കഴിഞ്ഞ തവണ PK ബിജു ലാപ്സ് ആക്കി കളഞ്ഞ 2.5 കോടി ഉൾപ്പെടെയുള്ള മുഴുവൻ ഫണ്ടും ലഭ്യമാക്കിക്കൊണ്ട് തന്നെയാണ് ആലത്തൂരിൽ മുന്നോട്ട് പോയിട്ടുള്ളത്. അത് തീർച്ചയായും ചേലക്കര മണ്ഡലത്തെ സംബന്ധിച്ച് കൃത്യമായ വിജയമുണ്ടാകും. 13-ാം തീയതി കഴിഞ്ഞ് 23-ാം തീയതി ചേലക്കരയ്ക്ക് ഒരു MLA ഉണ്ടെങ്കിൽ ആ MLAയുടെ പേര് രമ്യ ഹരിദാസ് എന്നായിരിക്കും. ഡേവിസ് മാഷ്, ഇവിടെ വികസന പ്രശ്നങ്ങളിൽ അടക്കം ഒട്ടേറെ ചോദ്യങ്ങൾ ഡേവിസ് മാഷിനെതിരെ നേരെ വന്നത്. എന്താണ് വിജയിച്ചു വന്നാൽ നിങ്ങൾ ചെയ്യുക? ഇതുവരെയുള്ള ഈ പറയുന്ന ആരോപണങ്ങളൊക്കെ എഴുതി തള്ളി മുന്നോട്ട് പോകുമോ, അതല്ല അതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുമോ? കഴിഞ്ഞ 25 കൊല്ലം, 4 നൂറ്റാണ്ട് കൊണ്ട് ചേലക്കരയിൽ വികസനത്തിന്റെ വേലിയേറ്റം സൃഷ്ടിച്ചു എന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിന്തുടർച്ചക്കാരനായി ഒരു ഭാഗത്ത് MP എന്ന നിലയിൽ K രാധാകൃഷ്ണനോട് കൈപിടിച്ച് നിന്ന് മറുഭാഗത്ത് ജനങ്ങളുടെ മുമ്പാകെയുള്ള ഒരു ചോദ്യമാണ്, ഈ തെരഞ്ഞെടുപ്പിൽ UDF ജയിക്കുന്നു എന്ന് കരുതുക. നമുക്ക് സങ്കല്പിച്ചാലും ജനങ്ങൾ ചിന്തിക്കും, പിണറായി വിജയനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. പിണറായി വിജയനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. പിണറായി വിജയനെ കല്ലെറിയാൻ നിൽക്കുന്ന MLAക്കാണോ ചേലക്കരയെ വികസിപ്പിക്കാൻ കഴിയുക? പിണറായി വിജയനോടൊപ്പം നിൽക്കുന്ന എന്തായാലും ഞാൻ ഈ അവസാനം നാളെ കൊട്ടിക്കലാശമാണ് ചേലക്കരയിൽ. ഇതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ മണ്ഡലത്തിന്റെ പ്രശ്നങ്ങളിലേക്ക് ആളുകൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതിന്റെ വീറും വാശിയും ഇവിടെയുണ്ട്, മറ്റെല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നുമുണ്ട്. എന്തായാലും നാളെ കൊട്ടിക്കലാശമാണ്. എന്തായിരിക്കും ജനങ്ങളുടെ മനസ്സിൽ എന്ന് നമുക്ക് 23-ാം തീയതി അറിയാം. ചർച്ച ഇവിടെ അവസാനിക്കുന്നു. ബാക്ക് ടു സ്റ്റുഡിയോ.